സെൻട്രൽ ജയിലിൽ മൊബൈൽ എത്തിക്കാൻ കൂലിയുണ്ടെന്ന് പ്രതി അക്ഷയുടെ മൊഴി. മൊബൈൽ എറിഞ്ഞു നൽകിയാൽ 1000 മുതൽ 2000 വരെ കൂലി. ജയിലിനകത്തെ അടയാളങ്ങൾ നേരത്തെ അറിയിക്കും. ആഴ്ചയിൽ ഒരു ദിവസം ഇതിനായി തെരഞ്ഞെടുക്കുമെന്നും പ്രതി. സ്വർണ്ണക്കടത്ത് കേസിൽപ്പെട്ടവരും എറിഞ്ഞുകൊടുക്കൽ സംഘത്തിൽ ഉണ്ട് എന്നാണ് വിവരം. നിഖിൽ അളവൂർ ചേരുന്നു വിവരങ്ങളുമായി. നിഖിൽ, ഗുരുതരമായ കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ജയിൽ സുരക്ഷ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ വെളിപ്പെടുത്തലുകൾ, അല്ലേ? തീർച്ചയായും ലക്ഷ്മി പത്മ, കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തടവുകാർക്ക് ഈ നിയമവിരുദ്ധമായി മൊബൈൽ ഫോൺ എത്തുന്നത് എങ്ങനെ എന്നതിൻ്റെ ഒരു വഴിയാണ് ഇപ്പോൾ ഏതായാലും വെളിവാകുന്നത്. ജയിലിന് പുറത്തു നിന്ന് ഇത്തരത്തിൽ എറിഞ്ഞു നൽകുന്നതിന് പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നു എന്നാണ് അക്ഷയ്യുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് അക്ഷയ് ഉൾപ്പെടെ ഉള്ള 3 പേർ ഈ ജയിൽ കോമ്പൗണ്ടിനകത്ത് പ്രവേശിച്ച് അകത്തേക്ക് മൊബൈൽ ഫോൺ എറിഞ്ഞു നൽകാൻ ശ്രമിച്ചത്. ഈ സമയത്താണ് ജയിൽ വാർഡന്മാർ ഈ അക്ഷയ്യെ പിടികൂടുന്നത്. മറ്റ് 2 പേരെ ഇപ്പോഴും പിടികൂടാനായിട്ടില്ല. അക്ഷയ്യുടെ മൊഴിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. 1000 രൂപ മുതൽ 2000 രൂപ വരെയാണ് ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ വീഡിയോ മറ്റ് ലഹരി വസ്തുക്കളോ എറിഞ്ഞു നൽകുന്നതിന് ഇവർക്ക് പ്രതിഫലമായി ലഭിക്കുന്നത്. ഇത് വ്യാപകമായി ഇത്തരത്തിൽ ഈ ഒരു പ്രവൃത്തി നടക്കുന്നു എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇത് കൃത്യമായി നല്ല പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. കാരണം കൃത്യമായി എറിഞ്ഞു കൊടുക്കേണ്ട സമയവും ഏത് ഭാഗത്തേക്ക് എറിഞ്ഞു നൽകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ നിശ്ചയിച്ച് ഇവരെ അറിയിക്കും. അതുപ്രകാരം ഇവർ ഈ ജയിൽ കോമ്പൗണ്ട് പരിസരത്ത് എത്തും. അതിനുശേഷം ഒരു സിഗ്നൽ കൈമാറുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പലപ്പോഴും ജയിലിനകത്ത് നിന്ന് കല്ലുകളോ മറ്റോ എടുത്ത് പുറത്തേക്ക് എറിയുക, അതല്ലെങ്കിൽ പ്രത്യേക ശബ്ദങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ കൃത്യമായ സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ എറിഞ്ഞു നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം നേരത്തെ തന്നെ ഇടപെട്ട് വരുന്ന പല ആളുകളും ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ കൂടി സജീവമായി പങ്കെടുക്കുന്നു. ഇത്തരം പ്രവൃത്തിയിലൂടെ പണമുണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇത് ഒരു വഴിയാണ്. രണ്ടാമത്തെ വഴി ഈ തടവുകാർക്ക് അവരുമായി പരിചയമുള്ള ആളുകൾ നേരിട്ട് കൈമാറുന്നതാണ്. അങ്ങനെ കൈമാറുന്ന ഫോൺ പക്ഷേ ഈ ജയിലിലെ ഈ പറയുന്ന ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളൊക്കെ മറികടന്ന് എങ്ങനെ ജയിലിനകത്തേക്ക് എത്തുന്നു എന്ന കാര്യത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയുടെ വിവരങ്ങൾ ആണ് പുറത്തേക്ക് വരുന്നത്.